എൻ്റെ പൊന്നാര ചെങ്കള കണ്ടോ ഈ ഇരുമ്പുളി. ഈ ഇരുമ്പുളി നമ്മളൊന്ന് പറിച്ച് വെറൈറ്റി സംഭവം ഉണ്ടാക്കാൻ പോകട്ടെ. എൻ്റെ കുടുംബങ്ങളെ അങ്ങനെ പുളി നമ്മൾ പറിച്ച് റെഡിയാക്കി കൊണ്ടു വെച്ചിട്ടുണ്ടല്ലോ. അപ്പം നമ്മൾ ഇരുമ്പുളി അരിഞ്ഞെടുക്കുന്നുണ്ട്. ഒരിത്തിരി വെള്ളം ഒഴിക്കാം. ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കി കിട്ടട്ടെ. അപ്പം നമുക്ക് പുളി കഴുകാം. പുളി കഴുകിയിട്ട് നമുക്ക് ഈ കുക്കറിലേക്ക് ഇടാം. നമ്മുടെ ശർക്കര ഉരുക്കിയതൊക്കെ ശരിയായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുളിങ്കറിയാണ്. നമ്മൾ ഈ ഇരുമ്പൻ പുളി കൊണ്ട് പുളിങ്കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ. ഇനി ഇതിനകത്തിട്ടൊന്ന് വിസിലടുപ്പിക്കുക. ഒരു 3 വിസിൽ നമുക്ക് അടുപ്പിക്കാം. നമുക്ക് വെളുത്തുള്ളി ഒരു 2-3 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും ഒരു 2 ഉണക്കമുളകും ഒടിച്ചതും നമ്മൾ വെച്ചിട്ടുണ്ടേ. ഇപ്പം നന്നായിട്ട് ഒരു 2 വിസിലടിച്ച് നന്നായിട്ട് ശർക്കര വെള്ളത്തിൽ കിടന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റിക്കണേ. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാതെ. നമ്മൾ ഈ പുളിങ്കറിയിലൊക്കെ ഇത്തിരി അത്യാവശ്യം നല്ല രീതിയിൽ കടുക് ഇടുമല്ലോ നമ്മൾ. നമുക്ക് കടുക് ഇട്ട് പൊട്ടി തുടങ്ങി. 2-3 ചോളം വെളുത്തുള്ളി ഉള്ളൂ കേട്ടോ. അത് ഒരുപാട് നിർത്തിട്ടില്ല. പിന്നെ കുറച്ച് വേപ്പില, പിന്നെ വറ്റൽമുളക്. ഇനി നമുക്ക് ഈ പുളി വെള്ളത്തെ പൊടി ശർക്കര വെള്ളത്തെ പുളി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. കാരണം ഈ വെള്ളമൊക്കെ ഇതിനകത്ത് പറ്റിച്ചായിരുന്നു. ഇനി പറ്റിച്ചെടുക്കാം. തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കിനി ആ വെള്ളം നന്നായിട്ട് തിളച്ച് വറ്റണം. അതുവരെ നമുക്ക് നന്നായിട്ട് ഈ പാനിലിട്ട് നമുക്ക് തിളപ്പിച്ച് വറ്റിക്കാം. പിന്നെ നമ്മുടെ ഈ പുളിയുടെ ആ ശർക്കര വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി തുടങ്ങി. അപ്പം നമുക്ക് ഒരു ചെറിയൊരു ടീസ്പൂൺ ഒരു ഇത്തിരി പഞ്ചസാര, അത് കുറച്ച് വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇപ്പം ഞാൻ കുറച്ച് ഇടുന്നുണ്ട്. അത് നമ്മൾ കുറച്ച് കാശ്മീരി മുളക് പൊടി ഇടണം. കാരണം എരിവിന് നല്ലാണ്ട് നമ്മൾ മുളക് ഇട്ടിട്ടുണ്ടല്ലോ. പിന്നെ ഇതിന് ഒരുപാട് മുളക് പോയി വേണ്ടല്ലോ. അപ്പം നമുക്കൊരു ഇത്തിരി ഉപ്പും കൂടി ഇടാം. നമ്മൾ ഉപ്പ് ഇട്ടില്ലാണെന്ന് ഇതുവരെ. അപ്പം നമ്മുടെ പുളിങ്കറി ഇരുമ്പൻ പുളി കൊണ്ടുള്ള പുളിങ്കറി റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും പെരുന്നാളിനൊന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാവരും വീട്ടിലിപ്പോൾ പുളിങ്കറി ഇരുമ്പൻ പുളി ഇപ്പം ഉണ്ടാവുമല്ലോ. ഉണ്ടാക്കി നോക്കുക. അതിൻ്റെ അഭിപ്രായം അറിയിക്കുക. കമൻറ്റിൽ കൂടെയൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നല്ല രസമുണ്ട്, നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട്. നമ്മൾ ഇരുമ്പൻ പുളി എന്തെല്ലാം നമുക്ക് അച്ചാറിടും. ഇതും ഉണ്ടാക്കി നോക്കിയാൽ നമുക്ക് ഒത്തിരി ഇതൊക്കെ ഒരുപാട് നാളെ ഇരുന്നോളും. പുളിങ്കറിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക്.